പോയ കാലത്തും വർത്തമാനകാലത്തും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പെണ്ണിന്റെ സന്തോഷവും ആകുലതകളും അവൾ കടന്നുപോകുന്ന പ്രത്യേക സാഹചര്യങ്ങളുമെല്ലാം ചേർന്ന ചിത്രപ്രദർശനത്തിന് തിരക്കേറുന്നു. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ജി സ്മാരകത്തിലെ ആദ്യത്തെ ചിത്രപ്രദർശനമാണിത്. പ്രശസ്ത ചിത്രകാരി ബിന്ദി രാജഗോപാൽ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ 30 ചിത്രകാരികൾ അണിയിച്ചൊരുക്കിയ ചിത്രങ്ങളാണുള്ളത്. ടി.കെ. പത്മിനിയുടേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ. സജിത ശങ്കർ, അനുരാധ നാലപ്പാട്ട്, വിക്ടോറിയ ചാൾസ്, രാധാ ഗോമതി, ലേഖ നാരായണൻ, സിന്ധു ദിവാകരൻ, രതിദേവി പണിക്കർ, ലതാദേവി, സ്മിജ വിജയൻ, നജീന നീലാംബരം, പൂനം തോമസ്, ജലജ തോമസ്, ശ്രീജ പള്ളം, സാറ ഹുസൈൻ, കാജൽ ദത്ത്, എ.എൻ. ശാന്തതി, ദീപ്തി പി വസു, ബിജിമോൾ കെ.സി, ലേഖ വൈലോപ്പള്ളി, സബിത കടന്നപ്പള്ളി, സിതാര കെ.വി, നയന കെ.എസ്, ജയശ്രീ പി.ജി, സൂരജ കെ.എസ്, ആശാനന്ദൻ, ശ്രുതി ശിവകുമാർ, ബബിത രാജീവ്, സെലിൻ ജേക്കബ് എന്നിവരാണ് ബിന്ദിക്ക് പുറമെ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഫെബ്രുവരി 4-ന് ആരംഭിച്ച ചിത്രപ്രദർശനം 14-ന് അവസാനിക്കും. ജി ശങ്കരക്കുറുപ്പ് സ്മാരക ആർട്ട് ഗാലറിയിൽ 30 വനിതകൾ ചേർന്ന് നടത്തുന്ന ചിത്രപ്രദർശനത്തിൽ പ്രശസ്ത ചിത്രകാരി ബിന്ദി രാജഗോപാൽ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ 30 ചിത്രകാരികളുടെ സൃഷ്ടികളാണുള്ളത്. കണ്ടംപററി വുമൺ പെയിന്റേഴ്സിന്റെ എക്സിബിഷനാണ്. ഞാൻ ക്യൂറേറ്റ് ചെയ്തപ്പോൾ നോക്കിയത് എത്രമാത്രം അവർ പ്രൊഫഷണൽ ആണെന്നും എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നും എത്ര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണെന്ന് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ ജി ശങ്കരക്കുറുപ്പിൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ മെമ്മോറിയൽ ആയതുകൊണ്ട് എനിക്ക് തോന്നി ടി.കെ. പത്മിനി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ടി.കെ. പത്മിനിയുടെ വർക്ക് തൊട്ട് ഫാമിലിയിൽ കോണ്ടാക്ട് ചെയ്ത് അവരുടെ വർക്ക് തരാൻ വില്ലിങ് ആയിരുന്നില്ല. പക്ഷെ പ്രിന്റ് അയച്ചു തരാൻ വില്ലിങ് ആയിരുന്നു. അത് പിന്നെ ഞാൻ പ്രിന്റ് എടുത്തിട്ട് അതാണ് ടി.കെ. പത്മിനിയുടെ വച്ചേക്കുന്നത്. പിന്നെ സജിത ശങ്കറിന്റെ വർക്ക് വലിയ വർക്കായതുകൊണ്ട് അത് ഇത്രയും ചെറിയ ഗാലറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു റീസൺ കൊണ്ട് സജിതയുടെ വർക്കും പ്രിന്റാണ്. ബാക്കി എല്ലാ വർക്കുകളും പെയിന്റിങ്സ് ആണ്. ഈ ഷോയിൽ 2 ഇൻസ്റ്റലേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ശ്രുതിയിലെ, പിന്നെ ഒന്ന് എൻ്റെ വർക്കുമാണ്. പിന്നെ ഷോയിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോ നടക്കുമ്പോൾ ഒരു 10-30 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 1-2 പേരാണ് സ്ത്രീകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഷോയുടെ പ്രത്യേകത കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ളൊരു ഷോ ചെയ്യാം എന്നായിരുന്നു. പിന്നെ ആൾക്കാരെ സെലക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ സ്പേസ് അനുസരിച്ച് എനിക്ക് 10-30 പേരെ കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വർക്കാണെങ്കിൽ ഒരു അറൗണ്ട് എണ്ണി നോക്കിയിട്ടില്ല, എന്നാലും ഏകദേശം ഒരു 75 വർക്ക്സ് ഉണ്ടെന്നാണ് എൻ്റെ ഊഹം. വർക്ക് വെച്ചിട്ട് എണ്ണി നോക്കുമ്പോൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.